ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ അഹാനയുടെ തോന്നൽ കേക്കിൻ്റെ ആ ഒരു രൂപത്തിലുള്ള തോന്നൽ പുഡിംഗ് ആണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ തോന്നൽ കേക്കിൻ്റെ വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കണ്ടിട്ടില്ലാത്തവർ ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ ഇന്ന് ചൈനാഗ്രാസും ജെലാറ്റിനും ഒന്നും ഉപയോഗിക്കാതെയുള്ള തോന്നൽ പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതുപോലെ ഒരു സോസ് പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് പാലാണ് വേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് പാൽ ഒഴിച്ച് കൊടുത്തിട്ട് ഈ കൊക്കോ പൗഡർ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കട്ടയൊന്നും ഇല്ലാതെ തന്നെ മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ള പാലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് വിസ്ക് വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നാലും ചിലപ്പോൾ കൊക്കോ പൗഡറിൽ ചെറിയ ചെറിയ കട്ടകളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുത്താൽ മതി. അപ്പോൾ ഞാനിതാ മിക്സിയിൽ ഇട്ടിട്ട് ആ പാലും കൊക്കോ പൗഡറും കൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ പഞ്ചസാര പൊടിച്ചെടുത്തതുണ്ടായതുകൊണ്ട് അതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ മധുരം നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഞാനിതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് നിർബന്ധമല്ല, ഞാനിപ്പോൾ കയ്യിലുണ്ടായതുകൊണ്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഈ കണ്ടൻസ്ഡ് മിൽക്കൊക്കെ ചേർത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. കണ്ടൻസ്ഡ് മിൽക്കൊക്കെ ഇതിൽ യോജിച്ച് കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഇത് ചൂടാക്കിയെടുക്കാം. ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. കൊക്കോ പൗഡർ ഒന്നും അടിയിൽ പിടിക്കാതെ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഇതൊന്ന് ചൂടായി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കോൺഫ്ലവർ ഒരു 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് പാലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഒട്ടും കട്ടയില്ലാതെ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിത് തിളച്ചുകൊണ്ടിരിക്കുന്ന ഈ കൊക്കോ പൗഡറിൻ്റെ മിക്സിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് കൈയെടുക്കാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കാം. കോൺഫ്ലവർ ഒഴിച്ച് കൊടുത്താൽ പെട്ടെന്ന് തന്നെ ഇത് തിക്കായിട്ട് വരും കേട്ടോ. അപ്പോൾ അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു മീഡിയം ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യാം. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ അതായത് ഇവിടെ കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇത്രയും മതി. പിന്നെ തണുത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒന്ന് തിക്കായിട്ട് വരും. ഇപ്പോൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്കൊരു 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ചൂടോടുകൂടി തന്നെ നമുക്ക് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ബണ്ടഡ് കേക്ക് ഉണ്ടാക്കുന്ന ആ ഒരു മോൾഡാണ്. ഈ ഒരു മോൾഡിലാണ് നമ്മുടെ തോന്നൽ കേക്കൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് സിലിക്കണിൻ്റെ മോൾഡാണ്. നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് തണുപ്പിച്ചെടുക്കണം. ചൂടാറുന്നതിന് മുമ്പ് തന്നെ ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒന്നിങ്ങനെ കുലുക്കി കൊടുത്താൽ ആ ഒരു ഇതിൻ്റെ ഒരു ഷേപ്പിലേക്കൊക്കെ നന്നായിട്ടൊന്ന് ഇറങ്ങി നല്ലൊരു ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒന്ന് തട്ടി കൊടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് ചൂടാറി വരട്ടെ. എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ പുഡിങ് ഇവിടെ നന്നായിട്ട് തന്നെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഡീമോൾഡ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറി വെച്ചിട്ടോ സ്ട്രോബെറി വെച്ചിട്ടോ ഒക്കെ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ചൈനാഗ്രാസും ജെലറ്റിനൊന്നും ഇല്ലാതെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പുഡിംഗ് റെസിപ്പിയാണിത്. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.